തമിഴ്നാട് ഗവർണർ RN രവി നിയമസഭ പാസാക്കിയ 3 ബില്ലുകൾ പിടിച്ചുവെച്ചു. 3 മാസം കഴിഞ്ഞു. സുപ്രീം കോടതിയിലെ ആ വിവരമെത്തി. തമിഴ്നാട് കൊടുത്ത പരാതിയിൽ സുപ്രീം കോടതി ഇന്നലെ ആ വിധി അപ്ലോഡ് ചെയ്തു. 3 മാസം തടഞ്ഞു വെക്കാൻ ഗവർണർക്ക് അവകാശമില്ല, അനുമതിയില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് അയച്ച് ഗവർണർ ഒപ്പിട്ടത് നിയമമാക്കുകയാണ് പതിവ്. എന്നാൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർക്ക് ബില്ല് മടക്കി അയക്കാം. അത് കറക്റ്റ് ചെയ്ത് വരണം. അങ്ങനെ വരുന്ന ബില്ലുകൾ 3 മാസത്തിൽ കൂടുതൽ തടഞ്ഞു വെക്കാൻ ഭരണഘടനയുടെ 200 അനുസരിച്ച് ഗവർണർക്ക് അവകാശമില്ല, അധികാരമില്ല. ഒരു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അത് പാസാക്കിയാൽ ഗവർണർക്ക് അയച്ച് ഗവർണർ അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി മടക്കി അയച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പ്രസിഡന്റിന് അയച്ചു കൊടുത്ത് അത് ഒപ്പിടിയിച്ച് അത് നിയമമാക്കുകയാണ് പതിവ്. എന്നാൽ 10 ബില്ലുകളെ RN രവി തമിഴ്നാട് ഗവർണർ തനിക്ക് ലഭിച്ച ആ ബില്ലുകൾ തടഞ്ഞു വെച്ചു. 3 മാസം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ തമിഴ്നാട് ഒരു കേസ് ഫയൽ ചെയ്തു. അത് ചെയ്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ 3 മാസത്തിന് ശേഷം ആ ബില്ലുകൾ ഇന്ത്യൻ പ്രസിഡന്റിന്, രാഷ്ട്രപതിക്ക് ഗവർണർ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനകം നിയമമാകണം. അതിനെതിരെ ഗവർണർ നിൽക്കാൻ പാടില്ല. ഗവർണറുടെ ചുമതല അസംബ്ലി പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിട്ട് മടക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്ത്, അതിന് നിയമപരമായ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി കൊണ്ടുവന്ന ശേഷം അത് ഒപ്പിട്ട് രാഷ്ട്രപതിക്ക് കൊടുത്ത് അനുമതി വാങ്ങിച്ച് അങ്ങനെയാണ് ഓരോ ബില്ലുകളും തീർപ്പാക്കുന്നത്. പക്ഷെ ഗവർണർ ഇവിടെ ചെയ്തിരിക്കുന്നത് 10 ബില്ലുകൾ വന്നു. 10 ബില്ലുകളും തമിഴ്നാട് ഗവർണർ RN രവി തടഞ്ഞു വെച്ചു. 3 മാസം കഴിഞ്ഞിട്ടും ബില്ല് മടക്കി അയച്ചില്ല. അതിന് പകരം തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത പരാതി ഈ ബില്ല് തടസ്സം വെച്ചത് മനഃപൂർവ്വമാണെന്നും അതിന് നിയമസാധ്യതയില്ലെന്നും പറഞ്ഞ കൊടുത്ത പരാതിയുടെ അടിസ്ഥാന സുപ്രീം കോടതി അത് പരിശോധിച്ച് കഴിഞ്ഞ ദിവസം അപ്രമാദിത്യം ഗവർണർക്കില്ല എന്ന് വിധി വന്നു. 3 മാസം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രിസംഷൻ, അത് നിയമമായി നിയമ തടസ്സമില്ല എന്ന് കരുതി അത് ഗവർണറിൽ നിന്ന് അത് ലഭിച്ചില്ലെങ്കിൽ ശരി, ആ ബില്ല് നിയമമായെന്ന് ഉത്തരവിറക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 200 ഭരണഘടന അതിനാണ് അനുമതി നൽകുന്നത്. ഒരു ബില്ലും തടഞ്ഞു വെക്കാനായിട്ട് ഗവർണർക്ക് അവകാശമില്ല. അതിനെന്ത് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞാലും ശരി, അത് വില പോവില്ല. നിയമപരമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അതിനകത്തുണ്ട് ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്ത് അത് നിയമമാക്കാം. പക്ഷേ RN രവി എന്ന ഗവർണർ മനഃപൂർവ്വം 3 മാസത്തിൽ കൂടുതൽ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അത് നിയമമാകുന്നതിന് തടസ്സമില്ല, 3 മാസത്തിനുള്ളിൽ അതിന് കറക്ഷനൊന്നും നടത്തിയില്ല, അതിന് വേണ്ട ഉപദേശം കൊടുത്തില്ലെങ്കിൽ അത് നിയമമായിട്ട് കണക്കാക്കാം എന്ന് ഭരണഘടന 200 പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തമിഴ്നാട് ആ സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ വരാനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അത് ഇന്നലെ വെബ്സൈറ്റിൽ വന്നു. ആ വിധി വന്ന ഉടൻ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുന്നോട്ട് നീങ്ങി 10 ബില്ലുകളും ഗസറ്റിൽ പരസ്യം ചെയ്ത് നിയമമാക്കി. 10 ബില്ലിൽ ഒരു ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബില്ലാണ്. കാരണം അത് തമിഴ്നാട്ടിലെ ഉള്ള സർവകലാശാലയുടെ ചാൻസലർ ഗവർണറാണ്. ചാൻസലർ ഇനി ഗവർണറല്ല, പകരം മുഖ്യമന്ത്രിയാണ് ചാൻസലർ. അതുകൊണ്ട് ആ നിയമ ഭേദഗതിയാണ് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് അത് നിയമമാകാതെ തടഞ്ഞു വെച്ചതിനാൽ തമിഴ്നാട് ഗവൺമെന്റിനെ അത് ബില്ലായി കണക്കാക്കി അത് ഗസറ്റിൽ പരസ്യം ചെയ്യാം എന്ന് സുപ്രീം കോടതിയിലെ വെബ്സൈറ്റിൽ വിധി വന്ന ആ നിമിഷം തന്നെ അവിടെ നിയമമായി. ഇത് പ്രകാരം തമിഴ്നാട്ടിലെ ഉള്ള മുഴുവൻ സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. അത് ഗവർണറാണ്. കേരളത്തിലും അത് ഗവർണറാണ്. പക്ഷേ തമിഴ്നാട്ടിലെ പ്രത്യേക പരിതസ്ഥിതിയിൽ എല്ലാ സർവകലാശാലയിലും വൈസ് ചാൻസലറെ നിയമിക്കാൻ അവിടുത്തെ ചാൻസലറായി പുതിയ നിയമം ഭേദപ്പെടുത്തി വന്നപ്പം മുഖ്യമന്ത്രിയാണ് ചാൻസലർ ഗവർണർക്ക് പകരം. അതുകൊണ്ട് അത് തമിഴ്നാട്ടിലെ എല്ലാ സർവകലാശാലയിലും ഇത് ഗവർണറുടെ അനുമതി വേണ്ട, മുഖ്യമന്ത്രി
വേണമെങ്കിൽ അതിൻ്റെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാം. അവിടുത്തെ എല്ലാ വൈസ് ചാൻസലർമാരെയും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്നാണ് ഈ ബില്ലിൻ്റെ പ്രസക്തി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ ചാൻസലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവർണറാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഗവർണർക്ക് പകരം ഒരു മുഖ്യമന്ത്രി ചാൻസലറായി വരുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഇനി അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെ ഇവിടുത്തെ ചാൻസലർ എല്ലാ സർവകലാശാലയിലും ഗവർണറാണ്. അതിനെ സംബന്ധിച്ച് SFIക്കാരും ഗവർണറുടെ ആൾക്കാരും തമ്മിൽ വളരെയധികം സംഘർഷം ഓരോ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ എന്തായാലും അതിന് പരിഹാരമായി. കേരളത്തിലെ ആ സംഘർഷം ഒഴിവാക്കാനായിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിലേക്കും കേരളം ഇനി സഞ്ചരിക്കും. കാരണം സ്റ്റാലിൻ ചെയ്തത് ഇവിടെ ഇഷ്യൂ ആയ ഒരു സംഭവമാണ് അവിടെ നിയമമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ നിയമം ഇവിടെ ബാധകമല്ലെങ്കിലും ഇവിടെ അസംബ്ലിയിൽ ആ നിയമം പാസ്സാക്കിയാൽ അത് ഇവിടെയും നിയമമാകും. അത് ഗവർണറുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ശരി, പുതിയ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു പ്രസിഡന്റ് വന്ന സ്ഥിതിക്ക് കേരളത്തിലെ ചാൻസലർ അത് ഗവർണർക്ക് പോലെ മുഖ്യമാകുന്നതിന് നിയമപരമായ ഒരു തടസ്സം ഇല്ല. അസംബ്ലി നിയമമാക്കിയാൽ മാത്രം മതി എന്നാണ് ഞാൻ കരുതുന്നത്.